ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയും അഭിയും പൊന്നുക്കുട്ടി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പോൾ അച്ഛന് പായസമൊക്കെ കൊടുത്ത് പൊന്നുക്കുട്ടി വളരെ സന്തോഷത്തോടെ പോകുന്നത്. പക്ഷെ ഒരുപാട് കഴിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ജാനകി അത് പകുതി വഴിയിൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനാണെങ്കിൽ അതിന് ജാനകിയെ ചോദ്യം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ, അച്ഛൻ മറന്നു പോയോ എന്ന് ചോദിച്ചു. അച്ഛൻ എഴുന്നേറ്റ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നതെന്നും പിന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു. എന്തിനാ മോളെ അച്ഛൻ്റെ കാര്യത്തിൽ ഇനിയും നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നത് എന്ന് ജാനകിയോട് അന്നേരം ചോദിച്ചു അച്ഛൻ. അപ്പോൾ അച്ഛൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അത് മാത്രമാണ് അതിന് കാരണമെന്ന് ജാനകി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പം പൊന്നു അവിടെ പിണങ്ങിയിരിപ്പുണ്ടാവും, നീ ചെന്ന് അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ് ജാനകിയെ പറഞ്ഞു വിടുവാണ് അഭി. അപ്പോൾ ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി. ജാനകി പോയി കഴിഞ്ഞപ്പോൾ അഭി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ അച്ഛൻ്റെ അരികിൽ വന്നിരുന്നിട്ട്, ഈ ഡോക്ടർ അരവിന്ദനെ പറ്റി ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ, അദ്ദേഹം സ്റ്റേറ്റ്സിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ടെന്നും പിന്നെ അച്ഛനെ ഒന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞെന്നുള്ള കാര്യവും അഭി ഇങ്ങനെ പറയാം. അപ്പോൾ ട്രീറ്റ്മെൻ്റ് എന്നും പറഞ്ഞ് നീ ആരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുതെന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. അച്ഛാ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് അദ്ദേഹം പറയുക. അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് നിന്ന് പോയേ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അഭിയെയും പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആ കടുംപായസം അച്ഛൻ്റെ മേശയിൽ തന്നെ ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജാനകി നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മഞ്ജു ഇങ്ങനെ എല്ലാം റെഡിയായി, ഇനിയിപ്പോൾ ഈ കറി ഒന്ന് കടുക് വറുത്തെടുത്താൽ മതിയെന്നും പറഞ്ഞ് നിൽക്കുക. ജാനകി വന്നിട്ട് ഇതുവരെ എനിക്ക് സൂര്യസാറിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അതിനെന്താ, നാളെ കാണാലോ എന്ന് മഞ്ജുവിനോടും ജാനകിയും പറഞ്ഞു. പുറത്തുള്ളവർ കാണാൻ വരുന്നതേ അച്ഛൻ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയണു. നീ പുറത്തുള്ള ആളാണെന്ന് കരുതിയൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ആദ്യം നിന്നെപ്പറ്റി ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെ കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ ജാനകി പറയും. അപ്പോൾ അരി നന്നായി വേവിച്ചിട്ടുണ്ടെന്നും കോരിക്കൊടുത്ത ഇറക്കാൻ പ്രയാസം വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കോരിക്കൊടുത്ത അച്ഛൻ കഴിച്ചോളും, ജീവൻ നിലനിർത്താൻ ദൈവം കാട്ടുന്ന ഔദാര്യം എന്നുള്ളതല്ലാതെ മറ്റെന്തു പറയാനാണെന്ന് ജാനകി മഞ്ജുവിനോട് പറയുക. പിന്നെ ഇവിടെ വന്ന ദിവസം തന്നെ നിനക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി ജാനകി, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി അതിൽ പിടിച്ച് കയറാനാ അപർണ ശ്രമിക്കുന്നതെന്ന്. ജാനകി പറഞ്ഞതുപോലെ നിരഞ്ജനെ നല്ല കുട്ടിയാണെന്ന കാര്യവും മഞ്ജു ഇങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞ് ഇങ്ങനെ കഞ്ഞി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവള് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാനാ നോക്കുന്നത്. പല വീടുകളിലും ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ജീവിത സാഹചര്യം കൂടിപ്പോയതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെയെന്നും പറഞ്ഞ് പറയുക കേട്ടോ. സന്തോഷവും സമാധാനവും കിട്ടുന്നതേ പാവപ്പെട്ടൻ്റെ വീടുകളിൽ തന്നെയാണെന്നൊക്കെ പറയുമ്പം അതൊക്കെ നിന്റെ വെറും തോന്നലും മാത്രമാണ്. ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും മനുഷ്യൻ്റെ ജന്മസഹജമായ സ്വഭാവം, ആ മനസ്സ് അതൊരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് ജാനകി മഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കണം. ഒരു ഭംഗി വാക്കിന് നമുക്ക് അങ്ങനെയൊക്കെ പറയാമെന്ന് മാത്രം. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം. ശരി, ഞാൻ അച്ഛന് കഞ്ഞി കൊടുത്തിട്ട് വരാം, കുറച്ച് സമയം എടുക്കും. നീ പൊന്നു എങ്ങാനും വന്നാൽ അവൾക്ക് കഴിക്കാനുള്ളത് എടുത്ത് കൊടുക്കണം കേട്ടോ എന്നും പറഞ്ഞ് മഞ്ജുവിനോട് പറഞ്ഞപ്പോൾ ശരി അത് ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് അച്ഛനുള്ള കഞ്ഞി എടുത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ജാനകി അച്ഛനുള്ള കഞ്ഞിയുമായിട്ട് നേരെ മുറിയിലേക്ക് ചെല്ലുന്നു. അച്ഛനുള്ള കഞ്ഞിയായിട്ട് മുറിയിലേക്ക് ചെല്ലുമ്പം തന്നെ ജാനകി നോക്കുന്നത് ആ പായസം ഇരുന്ന പാത്രമാണ്. അപ്പോൾ പായസം ഇരുന്ന പാത്രത്തിൽ നോക്കുമ്പോൾ പായസപാത്രം കാലി. ജാനകി ആ പാത്രം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ കിടന്ന് നല്ല ഉറക്കം. ഈ സമയത്ത് ജാനകിയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് പറ്റിയതാണെന്ന് ഓർത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. അതിനുശേഷം പാത്രം അവിടെ തന്നെ വെച്ചിട്ട് നേരെ അച്ഛനെ വിളിക്കുവാണ്. അച്ഛാ. അപ്പം അച്ഛൻ നല്ല ഉറക്കുക. അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ച അച്ഛൻ. അഭി പോയോ എന്ന് ചോദിച്ചു കേട്ടോ. അവനോട് സംസാരിച്ച് ഞാൻ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി എന്ന് അദ്ദേഹം പറയാം. അപ്പോൾ ജാനകി, അച്ഛാ ടേബിളിലിരുന്ന കടുംപായസം കാണുന്നില്ലല്ലോ അച്ഛാ, പാത്രം മാത്രം ഇരിപ്പുള്ളല്ലോ എന്ന് ജാനകി പറഞ്ഞേ. അപ്പോൾ പായസോ, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ എന്ന് അച്ഛൻ ചോദിച്ചേ. ഏത് പായസത്തിൻ്റെ കാര്യമാണ്? അപ്പം ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ കടുംപായസം, അച്ഛന് തരാൻ പൊന്നു കൊണ്ടുവന്ന പായസം, അത് അച്ഛൻ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അത് ടേബിളിൽ വെച്ചിട്ട് പോകാൻ നേരം ഞാനത് എടുത്തുകൊണ്ട് പോകാനായിട്ട് മറന്നു. ഇപ്പോൾ വന്ന് നോക്കുമ്പോഴേ പായസം ഇവിടെ കാണുന്നില്ല, പാത്രവും സ്പൂണും മാത്രമേ കാണുന്നുള്ളൂ. നീ ഇതൊക്കെ എന്നോട് ചോദിച്ചാ ഇവിടെ കിടക്കുന്ന ഞാൻ എന്ത് മറുപടി പറയാനാ? അഭി മുന്നിലുണ്ടായിരുന്ന സമയത്താ എൻ്റെ കണ്ണുകളും മെല്ലെ അടഞ്ഞു പോയതെന്ന് പറയുവാണ്. റൂമിലേക്ക് ആരെങ്കിലും വന്നോ എന്ന് ഞാൻ എങ്ങനെ അറിയാനാണെന്നൊക്കെ എങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പം ജാനകിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. ഇതിപ്പോൾ ആരും കാണാതെ പൊന്നു എനിക്ക് പായസം കോരി തന്നു എന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അയ്യോ ഇല്ല, അവളിങ്ങോട്ട് വന്നിട്ടില്ല അച്ഛാന്ന് ജാനകി പറഞ്ഞു. വിരൽ ചലിപ്പിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന എനിക്ക് എന്തിന് കഴിയുമെന്ന് അച്ഛൻ ഇങ്ങനെ
മകളോട് ചോദിക്കുന്നു. ഇവിടെ പേടിച്ച് വേണമല്ലോ ഞാൻ കിടക്കാനായിട്ട് പോലും എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ കഞ്ഞി എടുക്കാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ കഞ്ഞി എടുത്ത് അച്ഛന് കോരി കൊടുക്കാൻ തുടങ്ങുക. അഭിയേട്ടൻ പായസം കളഞ്ഞിട്ട് ഇനി പാത്രം എടുത്ത് വെച്ചിട്ടാണോ എന്നൊന്നും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് ജാനകി കഞ്ഞി കൊടുത്തോണ്ടേ ഇരിക്കും അച്ഛനാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേശ്ശെ മേടിച്ച് കഴിഞ്ഞപ്പം ഇനി ഞാൻ ഉറങ്ങിക്കിടക്കുന്നതെങ്ങാനും കണ്ട് റൂമിൽ വന്ന് ആരെങ്കിലും എടുത്ത് കഴിച്ചതാവാം എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം ജാനകി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, അങ്ങനെ കയറി വരാൻ ആരാ ഉള്ളേ എന്ന്. പിന്നെ ക്ഷേത്രത്തിലെ കടുംപായസം അല്ലേ, അതുകൊണ്ട് അത് ആരുടെ നാവില വെള്ളം വരാത്തത്? അങ്ങനെ ആരെങ്കിലും എടുത്ത് കഴിച്ചതായിരിക്കും. എനിക്ക് തന്നതിൻ്റെ ബാക്കിയാണെന്നുള്ള കാര്യമൊന്നും വന്നവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ജാനകി അന്നേരം ആലോചനയില്ല. ഇനി അതെ നീ അതേപ്പറ്റി ഇനി ഒരു അന്വേഷണത്തിനൊന്നും പോകണ്ട എന്ന് അച്ഛൻ ഇങ്ങനെ ജാനകിയോട് പറയണം. ആരും അത് സമ്മതിച്ച് തരില്ലെന്ന് മാത്രമല്ല നിന്നോടവർക്കേ നീരസാവുകയും ചെയ്യുന്ന കാര്യവും അച്ഛൻ ജാനകിയോട് പറഞ്ഞു. ഇപ്പം ജാനകി എല്ലാം മൂളി കേൾക്കുക, താനായിട്ട് ഇനി ഒന്നിനും പോകണില്ല എന്നുള്ള രീതിയിൽ. എങ്കിലും ജാനകിയുടെ മനസ്സിൽ ആ ഒരു കരട് കിടക്കുവാണ്. ജാനകി കഞ്ഞി ഇങ്ങനെ വാരി കൊടുത്തിട്ട് ജാനകി റൂമിലേക്ക് പോവുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് അമൃതയെയും ശരണിനെയും ആണ് കേട്ടോ. അപ്പോൾ ശരൺ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അമൃതയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആരോടായിരുന്നു ഫോണിലെന്ന് ചോദിച്ചു. മുൻപായിരുന്നെങ്കിലേ ഒരു തല്ലിന് സ്കോപ്പുള്ള പേരാ എന്ന് പറഞ്ഞു. അപ്പോൾ ഹണി റോസ് ആണെന്ന് പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിന് കൃത്യമായി ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല അവൾ വിളിച്ചത്, മറ്റൊരു വിവരം പറയാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വിവരമാണെന്ന് അമൃത ചോദിച്ചു. നിന്റെ ആങ്ങള അജയ് അവൾക്കൊപ്പം ബാംഗ്ലൂരുണ്ടെന്ന്. അത് കേട്ടപ്പോഴത്തേക്ക് അമൃത ഞെട്ടി. അപ്പോൾ അജയ് പോയത് അവൾക്കരികിലേക്കാണോ എന്ന് ചോദിച്ചു ഭാര്യയെ. അപ്പോൾ അവൻ ഇപ്പോൾ അവളുടെ ഫ്ലാറ്റിലുണ്ട്. മുൻപൊക്കെ അവർ തമ്മിലുള്ള ബന്ധത്തിന് എന്നെയാണ് മറയാക്കിയതെങ്കിൽ ഇപ്പോൾ ഹണി റോസ് എല്ലാം നേരിട്ട് തന്നെ തുറന്നടിക്കാനുള്ള ശ്രമത്തിലാണെന്ന കാര്യം പറഞ്ഞു. നിരഞ്ജനയെ മറന്ന് അജയ് ഇത് എന്തിനുള്ള പുറപ്പാടിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അമൃത പറയുമ്പോൾ, അവനെ പഠിച്ചിട്ടുള്ളതേ ഞാൻ മാത്രമേ ഉള്ളൂ. നീ നോക്കിക്കോ, ആ പാവം നിരഞ്ജനയെ അവൻ ചതിച്ചിരിക്കും, അതിലൊരു മാറ്റവും ഇല്ല. ആ ഹണി റോസിൻ്റെ വലയിൽ നിന്നുണ്ടല്ലോ അജയ്ക്ക് ജന്മം രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാ. അവൾ ഇന്നും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് അവനെ ലക്ഷ്യം വെച്ചിട്ടാണെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ ആദ്യമേ തന്നെ അജയ്ക്ക് അത് ആയിക്കൂടായിരുന്നു എന്ന് അമൃത ചോദിച്ചു. അവൻ അതിന് തുനിഞ്ഞ അളകാപുരിയിൽ നിന്നും ഒരു ചില്ലിക്കാശ് അവന് കിട്ടില്ലെന്ന് അവനറിയാം. നിങ്ങൾ കുടുംബക്കാർ ആ ബന്ധം അംഗീകരിച്ചു കൊടുക്കുമോ? അജയേക്കാളും പ്രായമുള്ള ഒരാളെ എങ്ങനെ അംഗീകരിക്കാനാണെന്ന് അമൃത അന്നേരം ചോദിച്ചു. അവൾ ആഗ്രഹിക്കുന്നത് അവൻ്റെ കൂടെ ഒരു കുടുംബജീവിതമൊന്നും അല്ല. പിന്നെ അവളെന്താ ആഗ്രഹിക്കുന്നത്? ലിവിങ് ടുഗദറാണ്. അത് കേട്ട അമൃത ഞെട്ടി. ഇത് എത്ര കാലം ഇങ്ങനെ തുടരുമെന്നൊന്നും യാതൊരു നിശ്ചയവും ഇല്ല. അവൾക്ക് മടുക്കുമ്പോൾ അവൻ പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു അമൃത. എൻ്റെ ഈശ്വരന്മാരെ, ഇതൊക്കെ നിരഞ്ജന അറിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ അജയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളെല്ലാത്തിനും തുടക്കം കുറിച്ച് കഴിഞ്ഞൊന്നും ഇനി അവളെ പിടിച്ചാൽ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അജയ് പെട്ടതാണെന്നുള്ള കാര്യമൊക്കെ ശരൺ ഇങ്ങനെ പറയുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ജാനകി റൂമിലേക്ക് വരുന്നു. പൊന്നുകുട്ടി നല്ല ഉറക്കമാണ്. അഭി അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ജാനകി വന്നത് ഫോൺ അങ്ങ് വെച്ചിട്ട് അഭി ഇങ്ങനെ, ജാനകി, അച്ഛന് ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുന്നത് അറിഞ്ഞിട്ടും അജയ് മാറി നിൽക്കുന്നതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന കാര്യം പറയാം. അത് കേട്ടപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം കിടന്നിട്ടും അജയ് ഒരു തവണ മാത്രമല്ലേ അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നത്? പിന്നെന്താ ഇതിന് ഇത്ര പുതുമ തോന്നാനായിട്ടാന്ന് ചോദിച്ചു കേട്ടോ ജാനകി. അവൻ എവിടെയാണ് പോയതെന്ന് നിരഞ്ജനയ്ക്ക് അറിയാവുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവൾക്കറിയാം. ബാംഗ്ലൂരിലേക്കാണ് അജയ് പോയതെന്ന് അവൾ പറഞ്ഞതെന്ന കാര്യവും ഇങ്ങനെ പറഞ്ഞു. അവിടെ ഒരു കോളേജിൽ അവൻ പഠിച്ചത്. വെറുതെ ആയിരിക്കില്ല അജയ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്, എന്തോ ലക്ഷ്യം വെച്ചിട്ട് തന്നെയായിരിക്കും എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇന്ന് രാത്രി തിരിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറയുമെങ്കിലും നിരഞ്ജനയ്ക്കും അതിൽ വലിയ ഉറപ്പും കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. അവൾ ആകെ നിരാശയിലാ അഭിയേട്ടാ. എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്കും അറിയില്ല. അജയ് തിരിച്ചറിയാൻ വൈകിപ്പോയോ എന്നുള്ളൊരു വീണ്ടും വിചാരം ഇപ്പോൾ അവളുടെ മനസ്സിലുണ്ട്. അവരുടെ കാര്യങ്ങളിൽ നമുക്കിനി ഇടപെടാനൊന്നും കഴിയില്ല എന്നും പറയുവാണ് നമ്മുടെ ജാനകിയെ. രണ്ട് ധ്രുവങ്ങളിലേക്കാണ് നമ്മളിൽ നിന്ന് എല്ലാവരും അകന്നു പോയതെന്ന കാര്യവും പറഞ്ഞു. പിന്നെ അഭിയേട്ടാ, ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അച്ഛൻ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന കടുംപായസം കൊടുത്തത് അഭിയേട്ടൻ ഓർക്കുന്നില്ലേ? അതിന് അച്ഛനെ നീ കഴിക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്ന് അഭി. ആദ്യം ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേൾക്കാൻ നോക്ക്. ടേബിളിൽ മാറ്റി വെച്ച പായസം എടുക്കാൻ മറന്നാണ് ഞാൻ അച്ഛൻ്റെ റൂമിൽ നിന്ന് പോയത്. പിന്നെ ഞാൻ കഞ്ഞിയുമായിട്ട് ചെന്നപ്പോഴേ പാത്രത്തിലൊരു തുള്ളി പായസം പോലും ഉണ്ടായിരുന്നില്ല. അതെവിടെ പോയി എന്ന് ജാനകി ചോദിച്ചു. അപ്പോൾ അഭിയും അതെന്താ അങ്ങനെ എന്ന് ചിന്തിക്കുക കേട്ടോ. സത്യം പറ, ഞാൻ അറിയാതെ അഭിയേട്ടൻ അച്ഛന് പായസം എങ്ങാനും കൊടുത്തോ?
നീ എന്തൊക്കെയാ ജാനകി പറയുന്നേ? മധുരം കഴിക്കാൻ പറ്റാത്ത അച്ഛന് ഞാൻ പായസം എടുത്ത് കൊടുക്കുമോ? അഭിയേട്ടൻ റൂമിൽ നിന്ന് പോയപ്പോൾ തന്നെ അച്ഛൻ ഉറങ്ങിപ്പോയെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. പിന്നെ പാത്രത്തിലുണ്ടായിരുന്ന പായസം മുഴുവൻ ആരും എടുത്ത് കഴിച്ചെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? മുത്തശ്ശി മോനെ കാണാൻ വീണ്ടും ചെന്നിട്ടുണ്ടാവും. അച്ഛൻ ഉറങ്ങുന്നത് കണ്ട മുത്തശ്ശി വീണ്ടും പായസം എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. മധുരം കണ്ട വിടുന്ന ആളാണോ മുത്തശ്ശി? അത് ആർക്കുള്ള പങ്കാണെന്ന് പോലും ഓർക്കത്തില്ല. അപ്പോൾ അത് മുത്തശ്ശി പറ്റിച്ച പണി തന്നെയാണെന്ന് ജാനകി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഇപ്പോഴാണ് എൻ്റെ സംശയം ഒന്ന് മാറിയത്. അച്ഛനെ കാണാൻ വീണ്ടും മുത്തശ്ശി പോയിട്ടുണ്ടാകും എന്നുള്ളൊരു ചിന്ത അതെനിക്ക് പോയില്ല അഭിയേട്ടാ. പിന്നെ നീ എന്താ കരുതിയത്? അച്ഛൻ എഴുന്നേറ്റ് ചെന്ന് പായസം എടുത്ത് കഴിച്ചെന്നാ? അപ്പോൾ ജാനകി ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ചെയ്യാൻ അച്ഛന് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോലും പോയെന്ന കാര്യം അബി ഇങ്ങനെ ജാനകിയോടെ നേരെ ഇരുന്ന് പറഞ്ഞു. പിന്നെ കിടക്കാം അബിയേട്ടാ നമുക്കെന്ന് പറഞ്ഞ് ജാനകി കിടക്കുന്നു. അബി എന്നിട്ടും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുക. അബിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അബി ആണെങ്കിലും ആശുപത്രിയിൽ വെച്ച് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുക. കിടന്നിട്ട് ഉറക്കം വരാതെ ആകെ വിഷമിച്ചിങ്ങനെ കിടക്കുമ്പോൾ അച്ഛൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ്. അച്ഛൻ്റെ അടുത്തേക്കൊന്ന് വാ മോനെ എന്നും പറഞ്ഞു. അപ്പോൾ അച്ഛൻ ദേ മെസ്സേജ് അയച്ചിരിക്കുന്നു. അന്തം വിട്ട് അബി ഇങ്ങനെ ഏറ്റിരുന്ന് അത് നോക്കാം. എന്നിട്ട് ജാനകിയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അബി എന്നിട്ട് രാത്രി പതുക്കെ അച്ഛൻ്റെ റൂമിലേക്ക് ചെല്ലുക കേട്ടോ. അച്ഛൻ്റെ റൂമിലേക്ക് ചെന്നു. അപ്പോൾ അച്ഛനിങ്ങനെ അവിടെ നല്ല ഉറക്കത്തിലാണ് കിടന്ന്. അപ്പോൾ അച്ഛാ അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ. അച്ഛാ അച്ഛൻ ഒന്ന് എഴുന്നേക്ക്. അപ്പോൾ അച്ഛനാണെങ്കിൽ ഭയങ്കര ഉറക്കം. അച്ഛനിങ്ങനെ പതുക്കെ കണ്ണൊക്കെ തുറന്ന് മോനെ ഇങ്ങനെ നോക്കുക. അങ്ങനെ മോനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ മോനെ, എന്താടാ, നിനക്കെന്താടോ, ഉറക്കമൊന്നും ഇല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചേ. അപ്പോൾ അച്ഛൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നോ? മെസ്സേജോ? ഞാനോ? നിനക്ക് എന്താ പറ്റിയേ? ഞാൻ എപ്പം എങ്ങനെ മെസ്സേജ് അയക്കാനാ? നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അബി അത് കാണിച്ചു കൊടുത്തു. ദേ ഇത് നോക്കിയേ, ഇത് അച്ഛൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജാണ്. ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ അതിനെൻ്റെ ഫോൺ എവിടെയാടാ? അസുഖം വന്നതിന് ശേഷം ഞാനത് കണ്ടിട്ട് പോലും ഇല്ലല്ലോ എന്ന് സൂര്യ പറഞ്ഞു. അപ്പോഴും അബിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ. അച്ഛൻ്റെ ഫോണല്ലേ ആ ടേബിളിൽ ഇരിക്കുന്നത്? എന്നാൽ നീ അതെടുത്ത് നോക്ക്. അത് നോക്കിയാൽ നിനക്കറിയാലോ, നീ എടുത്ത് നോക്കിക്കേ എന്ന് അച്ഛൻ. മകൻ അതെടുത്ത് നോക്കുക. അപ്പോൾ മകൻ അത് അച്ഛൻ്റെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഫോണിൽ ആ മെസ്സേജ് വന്നതൊന്നും കാണാനും ഇല്ല. അങ്ങനെ അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനെ തിരിഞ്ഞു നോക്കുക അബി. തിരിഞ്ഞു നോക്കുമ്പോൾ കട്ടിലിൽ ആളില്ല. അബി നടുങ്ങി. അബിക്കൊന്നും മനസ്സിലാകുന്നില്ല. അബി ഇങ്ങനെ വെപ്രാളപ്പെട്ട് ആകെ പരവേശപ്പെട്ട് ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും പുറകിൽ നിന്ന് മോനെ അഭി എന്നും പറഞ്ഞൊരു വിളി. തിരിഞ്ഞു നോക്കുമ്പോൾ അതേ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കണം. അച്ഛനെ കണ്ട അബി ഞെട്ടിപ്പോയി. അച്ഛനൊരു ഒറ്റ ചിരിയാണ് അവിടെ നിന്ന് ഇങ്ങനെ താടിയൊക്കെ ഇങ്ങനെ തടവി. മോനാണെങ്കിൽ ഇതൊരു അത്ഭുതമാണോ സ്വപ്നമാണോ ഇതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് അബി ഇങ്ങനെ വിളിക്കുക. എന്നിട്ട് വീണ്ടും ബെഡിലേക്ക് നോക്കി. പിന്നെ അച്ഛൻ അടിമുടി നോക്കി. അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്താടാ മോനെ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അച്ഛൻ എഴുന്നേറ്റൊക്കെ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എടാ പിന്നല്ലാതെ അച്ഛനത് കഴിയുന്നത് കൊണ്ടല്ലേ നിന്റെ മുന്നിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നതെന്ന് സൂര്യ അബിയോട് പറയോ. അബിയാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുക. പക്ഷെ ആ ഡോക്ടർ പറഞ്ഞതോ എന്ന് ചോദിച്ചു കേട്ടോ അബി. എടാ ഞാൻ ഒരേ കിടപ്പ് കിടന്നാൽ പിന്നെ അവർക്ക് എന്ത് പറയാനാകും? വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണെന്ന് അച്ഛൻ അബിയോട് പറയാം. അപ്പോഴും അച്ഛനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കാം. മോൻ നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കലേടാ മോനെ, ഞാനെല്ലാം നിന്നോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ നമ്മുടെ പൊന്നുക്കുട്ടി കൊണ്ടുവന്ന് ചന്ദനം തൊട്ട് കൊടുത്തപ്പോൾ തൊട്ട് ശരീരത്തിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുക. പിന്നെ തമ്പി വന്നിങ്ങനെ പേടിപ്പിച്ചപ്പോഴത്തേക്കും തൻ്റെ കൈയൊക്കെ അനങ്ങിയതും അപ്പോൾ ദൈവങ്ങളോട് നന്ദി പറഞ്ഞതും ഇതെല്ലാം ആലോചിക്കുക. അതിനുശേഷം അബി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും പിന്നെ ആ പായസം കണ്ടതും അബി പോയി എന്ന് ഉറപ്പ് വന്നപ്പോഴത്തേക്കും പതുക്കെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ പതുക്കെ ചാരി കുറ്റിയിട്ടിട്ട് ആ പായസം മുഴുവൻ അദ്ദേഹം അവിടെ ഇരുന്ന് കഴിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ അബിയോട് പറഞ്ഞു. എല്ലാവരും ഞാനിങ്ങനെ ഈ ഒരേ കിടക്കുമെന്ന് തന്നെയുള്ള ധാരണയിലായിരുന്നു. തൽക്കാലം അത് തിരുത്തണ്ട എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായെന്ന് അച്ഛൻ ഇങ്ങനെ മോനോട് പറയുക. അപ്പോഴും നമ്മുടെ അബി ഇങ്ങനെ പുറത്തേക്ക് നോക്കുക. അബി പുറത്തേക്ക് നോക്കുന്നു, അതുപോലെ അച്ഛനും പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും അച്ഛനും മക്കളും കൂടി ഒരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചയും കണിയും വിഷു കണി പോലെ ഒരു നല്ലൊരു കണിയുമായിരിക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും
കാത്തിരുന്ന് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കഥ പറയുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ച് നിർത്തുവാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.